അസ്സലാമു അലൈക്കും ചെങ്ങന്മാരെ. അങ്ങനെ 17ാമത്തെ നോമ്പായി. അപ്പോൾ ഇതുപോലെ നമ്മളൊന്നും ഇഫ്താർ കിറ്റ് മേടിക്കാനായിട്ട് പള്ളിക്കൊക്കെ വന്നിട്ടുണ്ട്. തിരക്കിനൊന്നും ഒരു കുറവുണ്ടാവില്ല. ഇപ്പോഴും 2 വണ്ടിക്ക് ഫുഡ് വരലുണ്ട്. എന്തൊക്കെ കിറ്റിലുള്ളത് നമുക്ക് നോക്കി വെക്കാം. നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴവും വെള്ളവും ലെമനപ്പവും എന്നും ഉണ്ടാവലുണ്ട്. ഫുഡും ഫ്രൂട്ട്സ് ഇടക്ക് ഓറഞ്ചും മുസമ്പിയും ആപ്പിളൊക്കെ മാറി മാറി വരലുണ്ട്. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് വാഴപ്പഴം കിട്ടണം. അസർ നിസ്കാരത്തിന് ശേഷം നമ്മളവിടെ ഒന്നും ഫുഡ് കൊടുക്കൽ. ഈ ഫുഡ് മേടിച്ചിട്ട് ഞാൻ അത്താഴത്തിന് കഴിക്കാൻ മാറ്റി വയ്ക്കലാണ്. പിന്നെ നോമ്പ് തുറക്കാൻ അടുത്തുള്ള വേറെ ഒരു പള്ളിക്ക് പോകുകയും ചെയ്യും. 10-13 നോമ്പ് ഞാൻ ഈ പള്ളിക്കൊന്നും പറഞ്ഞിട്ടുണ്ടാവും. 1-2 ദിവസമൊക്കെ ആയിട്ട് പല കാരണങ്ങളെ കൊണ്ട് നോമ്പ് തുറക്കാൻ പോകാൻ പറ്റാനായിട്ടും വേറെ പള്ളിയിലൊക്കെ ആയിട്ടും അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏകദേശം 400-500 അടുക്ക ആൾക്കാർ നോമ്പ് തുറക്കുന്നുണ്ടാവും. ഒരുപാട് നാളായി പറയാൻ വിചാരിച്ചതും പറയാൻ പഠിച്ചതായിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഇപ്പോഴത്തെ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഞാൻ പള്ളിയിൽ പോകുമ്പോൾ കയ്യിൽ ഇതേപോലെ ഒരു കവറും കരുതിയിട്ടാണ് പോക്ക്. ഇവിടെ നോമ്പ് തുറക്കാൻ വരുന്നതിൽ മലയാളികളും അല്ലാത്തവരും പാകിസ്ഥാനികളും ബംഗാളികളും അങ്ങനെ പല നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ നോമ്പ് തുറക്കാൻ വരലുണ്ട്. പലരും പല ചുറ്റുപാടുന്നും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ വന്നായിരിക്കും. ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം ഒരു നേരത്തെ വിശപ്പ് മാറ്റുക എന്നുള്ളത് മാത്രമാണ്. എന്നെപ്പോലെ പുറത്ത് പള്ളിയിലൊക്കെ നോമ്പ് തുറക്കാൻ പോകുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫുഡിന് ആപ്പിളിന് ഓറഞ്ചിന് ഒക്കെ പറഞ്ഞിട്ട് ലെമനപ്പിനൊക്കെ ആയിട്ട് തല്ലുണ്ടാക്കാനും തിരക്കുണ്ടാക്കാനും ഒച്ച ഉണ്ടാക്കാനൊക്കെ ആൾക്കാർ. അപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഇവിടെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതേപോലെ ഫുഡിനായിട്ട് അടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഇതേപോലെ ഫുഡും വാങ്ങിയിട്ടും അല്ലെങ്കിൽ ലെമനപ്പായാലും വെള്ളമായാലും ഒക്കത്തിനും അവിടെയുള്ള സംഘാടകരോട് വെച്ചിട്ടിട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടൊക്കെ ആയിട്ട് പല ആൾക്കാർ അങ്ങനെ ഉണ്ട്. കുറേ ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും കുറ്റപ്പെടുത്തില്ല. ചില ആൾക്കാരുണ്ട് അങ്ങനെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മളെ കാര്യം നോക്കും. എങ്ങനെയാ വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് ഫുഡ് അത് മുഴുവൻ തിന്നാൻ നോക്കുക. നമുക്കിപ്പം കാര്യമായിട്ട് കിട്ടുക ലെമനപ്പ് ഇട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അധികം ആൾക്കാർ ഈ മുസമ്പി ഉള്ള സമയത്ത് മുസമ്പി അധികം കഴിക്കാറില്ല. മുസമ്പി എപ്പോഴും വേസ്റ്റ് ആക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആപ്പിളും പഴവും ഓറഞ്ചൊക്കെ ആവും പിന്നെയും കഴിക്കും. ഞാനിപ്പോൾ ഈ 16 നോമ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പള്ളിയിൽ നിന്ന് സ്ഥിരമായിട്ട് ഞാനിവിടെ എല്ലാവരും നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് ഞാൻ ഡെയിലി പെറുക്കലുള്ള ആളാണ്. അപ്പോൾ അതിനൊന്നും ഒരു കുറവില്ല ഉള്ള കാര്യം തുറന്ന് പറയാം. അപ്പോൾ ഡെയിലി ഞാൻ എന്ത് ചെയ്യും, നോമ്പ് തുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ സ്ഥലത്തും പോയിട്ട്, അതായത് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള എനിക്ക് കഴിയുന്ന അത്രയും ഞാൻ എന്ത് ചെയ്യും പെറുക്കലുണ്ട്. അപ്പോൾ ഈത്തപ്പഴമാണ് ഞാൻ കൂടുതലായിട്ട് നോക്കുന്നത്. എന്താ വെച്ചാൽ ഈത്തപ്പഴം നമുക്ക് അത്യാവശ്യം സ്റ്റോർ ചെയ്ത് വെക്കാം. പെട്ടെന്ന് കേടുവരാത്ത സാധനമാണല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ് ഇനത്തിൽ പെട്ടല്ലേ. അപ്പോൾ ഞാൻ ഈത്തപ്പഴം കൂടുതലായിട്ട് പെറുക്കും. പിന്നെ ഞാൻ ലെമനപ്പും ഫ്രൂട്ട്സൊക്കെ നല്ലത് കാണുമ്പോൾ ഞാൻ പെറുക്കലുണ്ട്. വേസ്റ്റായി കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വേസ്റ്റ് ഇത് ഭക്ഷണമല്ലേ, ഭക്ഷണത്തിൻ്റെ വില അറിയുന്ന ആൾക്കാർ ഇത് ഇങ്ങനെ കളയില്ല. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന അത്ര ഞാൻ എന്ത് ചെയ്യും പെറുക്കലുണ്ട്. ഇങ്ങനത്തെ ലെമനപ്പായാലും ഫ്രൂട്ട്സ് ആയാലൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കഴിക്കും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കും. പലരും ഇങ്ങനെ കൊടുത്തിട്ട് വേസ്റ്റായി കളയില്ല, നമ്മൾ ഭക്ഷിച്ച് കഴിക്കുക. അപ്പോൾ ഇത്രയും ദിവസം പെറുക്കി കിട്ടിയത് ഓരോ ദിവസത്തെയും ഞാൻ അപ്പം അന്നന്ന് റൂമിലെത്തി കഴിഞ്ഞാൽ ലൈവ് ഇടലുണ്ട്. നമ്മളുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ ലൈവ് കാണാം. അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ പെറുക്കിയിട്ട് എടുത്ത് വെച്ച ഈത്തപ്പഴമാണ് ഈ ചെറിയ ബക്കറ്റിലുള്ളത്. ഞാൻ ആദ്യം ഒരു ചെറിയ ബോട്ടിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് നിറഞ്ഞപ്പോൾ ഞാൻ ഈ ബക്കറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടല്ലോ, ഇത്രയും ഈത്തപ്പഴം അവിടെ ഡെയിലി ഞാൻ പെറുക്കി എടുത്ത് വെച്ചതാണ്. ഇത് ഈ ഒരു പള്ളിക്കത്ത് മാത്രമാണ്. ഇതുപോലെ ഇപ്പോൾ ഈ നോമ്പിന് എത്ര പള്ളിയിൽ നോമ്പ് തുറക്കുന്നുണ്ടാവും, എത്ര ആൾക്കാർ എത്രയൊക്കെ വെച്ചിട്ട് വേസ്റ്റ് ആവുന്നുണ്ടാവും. നിങ്ങൾ വീഡിയോ കാണുന്ന ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുണ്ട് 10, 12, 14 നോമ്പിൻ്റെ അടുത്ത്. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പ്ലേറ്റിലുള്ളത് ഫുള്ള് തീർക്കാൻ നോക്കുക. ഈത്തപ്പഴമായാലും ഫ്രൂട്ട്സ് ആയാലും, ഇല്ലെങ്കിൽ അത് കൊണ്ടുപോവുക, വേസ്റ്റ് ഇല്ലാതെ അത് കൊണ്ടുപോവുക പ്ലീസ്.